കുറിച്ച് യമുന പറഞ്ഞത് കേട്ടല്ലോ. നമുക്ക് ഡൽഹിയുടെ മധ്യകാല ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോയാലോ? CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഡൽഹിയെ കുറിച്ച് യമുന പറഞ്ഞത് കേട്ടല്ലോ. നമുക്ക് ഡൽഹിയുടെ മധ്യകാല ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോയാലോ? CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഡൽഹിയെ കുറിച്ച് യമുന പറഞ്ഞത് കേട്ടല്ലോ. നമുക്ക് ഡൽഹിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര ചാച്ച, ഇന്ന് എന്നാ ഉണ്ടായെന്നറിയോ? എന്നടാ എന്നെ അടി ഉണ്ടായേ? കുഞ്ഞുമോനെ ഹെഡ് മാഷിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി. എന്നതിന്? കുഞ്ഞുമോനെ ചാക്കോ സാറിന്റെ മോന്റെ കളർ പെൻസിൽ കട്ടെടുത്തു. കുഞ്ഞുമോനെ നേരാണോടാ? നീ കട്ടെടുത്തോ? ഇല്ല ചാച്ച, ഞാൻ കട്ടെടുത്തില്ല. ചേച്ചി നോണ പറയാ. എന്റെ കർത്താവിന് എന്നാ നുണയാണോ? പിന്നെ കക്കാത്ത എങ്ങനെയാടാ ഹെഡ് മാഷിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത്? ഇല്ല ചാച്ച, ഞാൻ കട്ടിട്ടില്ല. ഞാൻ മുള്ളാൻ പോയപ്പോ മൂത്രപ്പുരന്ന് കളഞ്ഞു കിട്ടിയതാ. ഞാൻ കട്ടിട്ടില്ല. അത് നിനക്ക് വായ തുറന്ന് മാഷോട് പറയാൻ മേലായിരുന്നോ? കട്ടില്ലേ പിന്നെ എന്നാ തന്നെ തല്ലുന്നേ? സത്യം ചാച്ച, ഞാനത് മാഷിനോട് പറഞ്ഞു. മാഷിന് വിശ്വാസമായില്ല. സത്യ ചാച്ച. എങ്കിൽ അതൊന്നും അറിയണല്ലോ. കട്ടാന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുമെന്നാണോ? ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ വരുന്നുണ്ട്. അങ്ങനെ ആരാനും കട്ടണ എന്റെ കൊച്ചനെ കള്ളനാക്കണ്ട. വിഷമിക്കണ്ട, പോയിരുന്നു പഠിക്കേ. ചാച്ച നാളെ സ്കൂളിൽ വന്ന് മാഷാരെ കാണാം. ഹലോ, എത്തിയോ? കുഞ്ഞുമോനെ, എടാ വിളിച്ച കേക്കത്തില്ലേ? അയ്യേ, ചാച്ചന്റെ കുഞ്ഞുമോ കരയാണ്. ചാച്ച നാളെ ഭാഷ കാണാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്നാ കരയുന്നു? അതല്ല ചാച്ച. എന്നടാ അത് കുഞ്ഞുമോ ചാച്ചനോട് പറയണ. കളർ പെൻസിൽ കട്ടത് ഞാൻ തന്നെയാ. ശരി, കരയണ്ട. ഇനി അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എന്നാ വേണമെങ്കിലും ചാച്ച വാങ്ങി തരത്തില്ലയോ? ഇനി എങ്ങനെ ചെയ്യോ? ഇല്ല, ചെയ്തില്ല. ശരി, എന്നാ പോയി കൈമുഖം കഴി പ്രാർത്ഥന എത്തിക്ക്. ചെല്ലേ. പരിശുദ്ധമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും. ഞങ്ങളുടെ ചായ കുടിക്കാറായോ? വെള്ളം വെക്കട്ടെ? പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇവിടെ ഇന്നല്ലേ മേക്കാടി സൈക്കിൾ എടുക്കാൻ അപ്പം ചെല്ലാൻ പറഞ്ഞേക്കണേ. അതെ. നിന്റെ ഒരു ബാഗൊരു സൈക്കിൾ കിട്ടല്ലേ? എന്റെ അപ്പാപ്പ തരകാരുടെ മേക്കാട് പണിയെടുക്കാൻ നിൽക്കണം. സേവിയറേട്ടൻ ചന്തയിൽ കൊപ്രക്കളം നടത്ത മുതൽ അപ്പാപ്പുണ്ട്. എനിക്കിങ്ങനെ ഒരു അപ്പാപ്പില്ലാണ്ട് പോയല്ലടാ. നടന്നോ, ബെല്ലടിക്കാറായി. മാഷെ, കുട്ടികളുടെ ഗ്രാൻഡ് ഇന്ന് അയക്കണോ അതോ നാളെ മതിയോ? ഞാൻ രാമകൃഷ്ണ മാഷോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ അയച്ചോളാൻ പറയും. നമസ്കാരം മാഷേ. ആര് പ്രസിഡന്റോ? എന്താ ഈ വഴിക്കൊക്കെ? ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്രോതസ്സായി സ്ഥാപനത്തിലേക്ക് ഇടയ്ക്കൊക്കെ വരേണ്ടതല്ലേ? അത് വേണം. പക്ഷെ വരവ് മാത്രം പോരാ, സ്കൂളിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊരു ഇടപെടലൊക്കെ ആവാം. അത് മാഷ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. ഏയ് പിന്നെ ഇപ്പൊ എന്താ പ്രസിഡന്റ് വിശേഷിച്ച്? മാഷെ, ഞാനിപ്പോ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ശർമാജി, നമ്മുടെ IDPയുടെ ദേശീയ പ്രസിഡന്റ് ശർമാജി അടുത്ത ആഴ്ച പറയുന്നത് മാഷക്ക് അറിയാലോ. അപ്പോ നമ്മുടെ പാർട്ടി ഓഫീസിന്റെ പരിസരവും അതിലേക്കുള്ള വഴി ഇങ്ങനെ കിടന്നാ മതിയോ? അതൊക്കെ ഒന്ന് പുല്ലിച്ചെത്തി വൃത്തിയാക്കണ്ടേ? അത് മാഷ് വിചാരിച്ചാൽ നടക്കും. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് പാർട്ടി ഓഫീസിലേക്കുള്ള വഴിയും അതിന് ചുറ്റും പുല്ല് ചെത്തി വൃത്തിയാക്കുക. കുട്ടികൾക്കൊരു സേവന ദിനായില്ലേ മാഷെ? അല്ലെങ്കിൽ വേണ്ട, ഒരു സേവന വാരം തന്നെ ആയിക്കോട്ടെ. അവർക്ക് രാഷ്ട്ര സേവനത്തിനുള്ള ഒരു അവസരല്ലേ? പാർട്ടി അണികളെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചാ ചെല്ലും ചെലവും കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ. പാർട്ടി ഫണ്ടൊക്കെ ബ്ലോക്കാണേ. പ്രസിഡന്റ്, സേവന ദിനം എന്നൊക്കെ പറയുന്നത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ്. ഇതിപ്പോ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ പാർട്ടി ഓഫീസും പരിസരവും വൃത്തിയാക്കുക, അത് നടക്കില്ല. എന്താ മാഷെ, അത് കുട്ടികൾ ചെയ്യണതല്ലേ? പക്ഷെ ഇതിന് എൻ്റെ കുട്ടികളെ കിട്ടില്ല. പ്രസിഡന്റ് വേറെ എന്തെങ്കിലും പോം വഴി കാണുന്നതായിരിക്കും നല്ലത്. മാഷെ, ഒരു പൊതുപ്രവർത്തകനെ മുഷിപ്പിച്ചിട്ട് മുന്നോട്ടുള്ള യാത്ര പ്രസിഡന്റ്, എനിക്ക് ട്രഷറിക്ക് ഒരു പേപ്പർ ശരിയാക്കണം. എന്നാ ഞാൻ എന്നാ ശരി മാഷെ, മാഷിന്റെ പണി നടക്കട്ടെ. എനിക്കുണ്ട് ചില പണികള്. എന്നാ ഞാൻ പോട്ടെ മാഷെ. ഈ നീപ്പോലിയെ പണിക്കിട്ട് അത്താഴം മുടക്കേണ്ട വല്ല കാര്യമുണ്ടോ എൻ്റെ മാഷെ? ആന്റിയോ, എവിടുന്ന് കിട്ടി ഇലിപ്പടി? ഇത് മേക്കാട്ടിലെ സേവരാട്ടമ്മ പുതിയ സൈക്കിളാണ് ഇപ്പൊ പഴയത് എനിക്ക് തന്നതാ. ഇതൊന്നും ശരിയാക്കണല്ലോ ചേട്ടാ. അതിന്റെ കപ്പും പേരങ്ങ പോയി എടുക്കണല്ല. ഒരു 10-200 രൂപ വരും. 200 റുപ്യേ?
ആ ഒരു 200 രൂപയ്ക്ക് ശരിയാക്കി തരാം. ആരോട് ചോദിച്ചിട്ടാണ് ഇതിന്റെ തന്ത ചക്കന് സൈക്കിള് ഉണ്ടാക്കിയത്? സൈക്കിളിന് ചക്കന് പണ്ടാടങ്ങാൻ പറ്റുള്ളൂ. നിന്റെ ചക്കന്റെ തോന്നിയാസം ഈ കുടുംബത്തിന് നടക്കില്ലേ? മോളെ അച്ഛന് വേഗം പോകണം. ആപ്പിൽ അവർ അച്ഛനെ എഴുതിയിരിക്കണം. വാ നടക്ക്. ഇതിനാ നീ സ്കൂളിലേക്ക് വരണേ? അതെയോ? അതെയോ? ഇപ്പൊ തന്നെ നിന്റെ ചിന്ത ഈ പഠിക്കാച്ചാൽ ഇനി ചെയ്യോ? എന്താ അച്ഛൻ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ. കാശ് കൊണ്ട് മുഴുവൻ നീ കള്ളു കുടിക്കണോണ്ടാ നിന്റെ പോലെ വല്ലവരുടെ മുതലും പോയിട്ട് കക്കണേ. ഞാൻ എന്റെ മോനോട് പോയിട്ട് ചോദിക്കേ, അവൻ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ അതോ വല്ലവരുടെ മുതൽ കക്കാനാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ പൊതുവെ രണ്ടാം തരം എന്നൊരു കാഴ്ചപ്പാട് സമൂഹത്തിനുണ്ട്. പക്ഷേ പാഠപുസ്തകങ്ങളിൽ നാം വാഴ്ത്തിപ്പാടുന്ന മഹാരഥന്മാരെ എടുത്തു നോക്കൂ. അവരിൽ പലരും ഇതുപോലുള്ള സാധാരണ സ്കൂളുകളിൽ പഠിച്ചു വളർന്നവരാണെന്ന് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ നിലവാര തകർച്ചയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളും കാരണക്കാരായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ
ഈ രണ്ടാം തരം എന്ന കാഴ്ചപ്പാട് മാറ്റിയെടുക്കേണ്ട ചുമതല അത് നമ്മുടേത് കൂടിയാണ്. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ സമഗ്രമായൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ പൂർണ്ണ മനസ്സോടെ നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് അത് കൊള്ളാലോ മാഷേ. പാവങ്ങളുടെ പിള്ളേരെ പിടിച്ച് കള്ളനാക്കാൻ ഇവിടെ ആർക്ക് അധികാരമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ടോ മാനേജരെ? ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്കൂൾ അധികം മുന്നോട്ട് പോവില്ല. വർഗീസേട്ടാ, ചെറുക്കനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടാവും. എന്ത് കുറ്റം ചെയ്തു എന്നാ മാഷ് പറയണേ? അവൻ പറയണു അവൻ കണ്ടിട്ടില്ലാന്ന്. മാഷ് കണ്ടണ്ടാ? ഹെഡ് മാഷ് കണ്ടണ്ടാ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടണ്ട? ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടാ? പിന്നെ എന്തെന്നാ മാഷ് പറയണേ? പറയൂ മാഷേ. ഇവൻ കക്കുന്നത് മാഷ് കണ്ടില്ല. അങ്ങനെ കട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊന്ന് തല്ലി കൊല്ലു ഞാൻ. എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. എന്താ മാഷ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഇതെന്നെ വീടും തോന്നുന്നുണ്ട്. രാഘവ മാഷയുടെ വീടല്ലയോ? അതെ. എന്റെ പേര് ആന്റണി. മാഷ എന്നെ പഠിപ്പിച്ചിട്ടേ മുള്ളൂർ സ്കൂളില്. മാഷെന്ന് കാണാൻ വേണ്ടിട്ടാ. കേറി ഇരിക്കട്ടോ. മാഷേ, എന്താണോ ഈ കാണിക്കണം? ആന്റണി? അതെ. താനിപ്പോഴും ആ പഴയ സ്കൂൾ കുട്ടി തന്നെയാ. വേണ്ട മാഷേ, ഞാൻ അവിടെ നിന്ന്. താനിരിക്കടോ. ആന്റണി എന്ന് കേട്ടപ്പോഴേ മനസ്സിൽ വന്നു ആ പഴയ ആന്റണി വർഗീസ് തന്നെയാ. മാഷെ ഞാനന്ന് പോട്ടടോ. അധ്യാപകൻ ഇതുപോലത്തെ ഒരുപാട് വികൃതികൾ കുട്ടികളുടെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓർത്തിരിക്കുന്നതാ ഇപ്പോഴത്തെ ഏക സുഖം. ഇത് ഈ പ്രൊഫഷന് സർക്കാരിൽ നിന്ന് കിട്ടാത്ത അഡീഷണൽ ബോണസാ. താൻ എന്നെ കാണാമെന്നല്ലേ, അതെന്നെ വലിയ സന്തോഷ. ആ, ഇനി തൻ്റെ വിശേഷങ്ങൾ പറയാം. കല്യാണമൊക്കെ കഴിച്ചില്ലേ? മാഷേ. എത്ര മക്കളെ തന്നെ? അകത്തേക്ക് വന്നോളൂ.